എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്തെന്നറിയാമോ? നമ്മുടെ യൂട്യൂബിൽ ഇൻഫ്ലുവൻസർമാരെന്ന് പറഞ്ഞിട്ട് കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് ഒറ്റൊരു കാര്യം പറയാനാണ് ഞാൻ വന്നത്. ആ സബ്ജക്റ്റിലൊന്നും ഞാൻ തലയിടാറില്ല. അങ്ങനത്തെ വിഷയങ്ങൾ ഞാൻ അതിന് റിയാക്ഷൻ വീഡിയോ ചെയ്യാറുമില്ല. പക്ഷെ ഇത് ഞാൻ എടുത്തത് നിങ്ങളോട് 2 വാക്ക് മേക്കപ്പ് ആരാ ചെയ്തത്? പറയാം. ഓക്കെ ഓക്കെ. കോസ്റ്റ്യൂമോ? അറിയാം. നമ്മുടെ അഹാനയുടെ എൻഗേജ്മെന്റ് 1 വർഷം 2 വർഷം. എനിക്ക് പറയാനുള്ളത്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി, മറ്റുള്ളവരുടെ ലൈഫിൽ കയറി നമ്മൾ വെറുതെ ഇടപെടുന്ന എന്തിനാണ്? ഒരാളുടെ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. എനിക്ക് ഈ പേഴ്സണൽ കാര്യങ്ങളിലോട്ട് കയറി ഇടപെടുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല. ഞാൻ ഇതെടുത്തത് അതിനാണ്. ഒരു യൂട്യൂബറാണ്, അയാളും കോണ്ടന്റ് ക്രിയേറ്ററാണ്. അയാളുടെ വൈഫ് ആരുടെ കൂടെയോ പോയി. അതിന് 2 ദിവസം കൊണ്ട് യൂട്യൂബേഴ്സ് എല്ലാം അത് ആഘോഷിക്കുകയാണ്. എന്തെങ്കിലും കണ്ടന്റ് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത് യൂട്യൂബേഴ്സിന്റെ കാര്യം. എന്തിനാണ് മറ്റുള്ളവരുടെ പേഴ്സണൽ ലൈഫ് എടുത്ത് വെറുതെ അത് പിച്ചി ചീന്തി എന്തിനാണ് വെറുതെ? എൻ്റെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവര് താഴെ കമന്റ് രൂപത്തിൽ രേഖപ്പെടുത്തണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ബസ്സൊക്കെ അതിഗംഭീരമായിട്ട് ഓടിച്ചോണ്ട് പോകുന്ന യവനാണ് ഈ പറയുന്ന അഖിൽ എനാറിയുടെ വൈഫ് മേഘ അടിച്ചുകൊണ്ട് പോയിട്ടുള്ളത്. ഒളിച്ചോടുന്ന വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. കണ്ടപ്പോ അവന്റെ അവസ്ഥ സത്യം പറഞ്ഞാൽ കുറച്ച് ഗതികേടാണ്. പിന്നെ അവനെതിരെ ഈ പറയുന്ന മേഘ എന്തോ തെളിവുകളായിട്ടൊക്കെ വന്ന് വീഡിയോ ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. സർക്കിളിലൊന്നും അറിഞ്ഞതാണ്. എത്രത്തോളം വരുമോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. അവനെതിരെയുള്ള എന്തൊക്കെയോ ഉണ്ട്, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പറയപ്പെടുന്നത്. എന്തായാലും വരുമ്പോൾ കാണാം. പിന്നെ വേറൊരു കേസ്, എന്തൊക്കെ തെളിവ് അവളുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ, എന്തൊക്കെ കോപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ അഖിലിന് എതിരെ എന്ത് വന്ന് പറഞ്ഞാലും ഞാൻ ഒറ്റ കാര്യം പറയത്തുള്ളൂ. നിനക്ക് ഒളിച്ചോടണമായിരുന്നെങ്കിൽ നീ നിയമപരമായിട്ട് അഖിലിനെ ഡിവോഴ്സ് ചെയ്തതിനു ശേഷം നിനക്ക് അവന്റെ ഒപ്പം പോകാമായിരുന്നു. അനൂപ് എന്ന് പറയുന്ന ഈ നാറിയുടെ കൂടെ. നിനക്ക് 10-22 വയസ്സേ ഉള്ളൂ. ഈ അവന് 10-37 40 വയസ്സുണ്ട്. ഈ അഖിൽ എണ്ണാടിയിൽ കാണാത്ത എന്താണ് അവനിൽ കണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. എന്ത് കണ്ടാലും നിനക്ക് അഖിലിനോടൊപ്പം ജീവിക്കാൻ താല്പര്യമില്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നിയമപരമായിട്ട് വേർപിരിഞ്ഞതിനു ശേഷം ഈ അനൂപിന്റെ അല്ല അവന്റെ അച്ഛൻ്റെ ആരോടാണെങ്കിലും പോകാമായിരുന്നു. ഇത് വളരെ മോശമായി പോയി. ഒളിച്ചോട്ടം ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ എന്ത് റീസൺ ഉണ്ടെങ്കിലും നിനക്ക് നിയമപരമായിട്ട് വേർപിരിഞ്ഞതിനു ശേഷം മറ്റൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാമായിരുന്നു. അല്ലാതെ ഈ കാണിച്ച തൊട്ടിപ്പരിപാടിയെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ അഖിലിന്റെ അടുത്തായാലും മറ്റുള്ള ആണുങ്ങളുടെ അടുത്തായാലും മൊത്തത്തിൽ എനിക്ക് പറയാനുള്ളത്, ഒരു പെണ്ണ് കെട്ടുകയാണെങ്കിൽ ആ പെണ്ണിനെ നോക്കാനും ആ പെണ്ണിന് കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം കെട്ടുക. അല്ലാത്ത പക്ഷം കെട്ടിയിട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ വേറെയുള്ളമാർ ഇതുപോലെ റൂട്ട് വലിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങ് പോകും. എല്ലാ പെണ്ണുങ്ങളും അങ്ങനെ പോകുന്നല്ല. ഇതുപോലത്തെ കുറെ കഴിപ്പണം കെട്ട സാധനങ്ങൾ ഇങ്ങനെ പോകും. അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അങ്ങനെ ആയിപ്പോയി. ഇപ്പോൾ ഒളിച്ചോട്ടം ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ്. പണ്ടത്തെ കാലഘട്ടത്താണെങ്കിൽ സ്ത്രീകളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. അതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിയമപരമായിട്ട് ഡിവോഴ്സ് വാങ്ങി പോയതിനു ശേഷം എവിടെയെന്ന് വെച്ചാൽ പോകുക. ഇതിപ്പോ നാളെ നിങ്ങൾക്കൊരു മക്കളുണ്ടായാലും അല്ലെങ്കിൽ അഖിലിന് വേറൊരു കുടുംബം ഉണ്ടായാലും ഒക്കെ പറയപ്പെടും അത് ഒളിച്ചോടി മറ്റേ അങ്ങനെ ആ സാധനം. അതിനേക്കാളും നല്ല ഡിവോഴ്സ് ഒന്ന് വാക്കി വെക്കാൻ. അത് അത്യാവശ്യം ഒരു നിലവിലെങ്കിലും ഉണ്ട്. ഈ ഒളിച്ചോട്ടം ഓടി ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ നാട്ടുകാരുടെ ഇടയിലും ഒരു പരിഹാസവും ചലപ്പമൊക്കെ ഉണ്ടാവും. നാളെ ഈ മേഘയ്ക്ക് വേറെ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ നിന്റെ തള്ള മറ്റവനിൽ നിന്ന് മറ്റവൻ്റെ ഒളിച്ചോടി പോയതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് വരെ സംസാരിക്കും. പിന്നെ മേഘയും. ഞാൻ നിങ്ങളുടെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്ന സഹോദര. ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെയും അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ എത്ര പേർ യോജിക്കുന്നു? ജീവിതത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ അയാളുടെ ഒരു കുടുംബത്തിൽ നടക്കുന്ന ഒരു പ്രശ്നം ചർച്ച ചെയ്യപ്പെടുക അല്ലെങ്കിൽ പുറത്ത് ചർച്ച ചെയ്യപ്പെടുക എന്ന് പറയുന്ന പോലെ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക്. ഓക്കെ, അപ്പം നമ്മുടെ കാർത്തിക്കിന്റെ വീഡിയോ ആണ്. കാർത്തിക്കിന്റെ ഉണ്ട് 2-3 വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നിരിക്കുന്നത്. അതിനു മുമ്പ് ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണണം. അതായത് ഈ ക്യാമറ ദൃശ്യം നിങ്ങളെല്ലാവരും കണ്ട സാധനം തന്നെ ഞാൻ ഒന്നും കൂടെ വെച്ചുതരാം. ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് തോന്നുന്നുണ്ട്. CCTV ആണ്. ഇത് 6 CCTV ആണ്. ഈ പെണ്ണ് ഓടിപ്പോകുന്നതിൻ്റെ CCTV 6 നിങ്ങൾ പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഇതാരാ ഇത് പുറത്തു വിട്ടേ? ഈ CCTV ദൃശ്യം പുറത്തു വിട്ടത് ആരാ? ഞാനാണോ? യൂട്യൂബേഴ്സാണോ? അതോ റിയാക്ഷൻ എന്താ പറയണ്ടേ, ഈ റീൽസ് ഇടുന്ന ആൾക്കാരാണോ? ഇതാരാ പുറത്തു വിട്ടേ? ഈ റീലല്ല, ഈ ക്യാമറ ദൃശ്യം പുറത്തു വിട്ട വ്യക്തി ആരാ? ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം അതാണ്. ഇതാരാ പുറത്തു വിട്ടേ? എനിക്കറിയാൻ കഴിഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അഖിലിൻ്റെ സൈഡിൽ നിന്നാണ് ഈ ഒരു സംഭവം പോയത്. പുള്ളിയുടെ സൈഡിൽ നിന്നായി പോയത്. നിങ്ങളതിനൊന്ന് ചിന്തിച്ചു നോക്കേ. അപ്പം ഞങ്ങളാണോ ഇതൊക്കെ കൊണ്ട് പുറത്തിടുകയൊക്കെ ചെയ്യുന്നത്?
ഇപ്പം നമുക്കറിയാവുന്ന വ്യക്തികൾ ഈ പറയുന്ന അഖിലിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ച് സംസാരിച്ചപ്പം അളിയ നീ ഇങ്ങനെ വീഡിയോ ഇട്, അളിയ അങ്ങനെ വീഡിയോ ഇട് എന്ന് പറഞ്ഞത് ഈ അഖില തന്നെ ഉള്ള കാര്യം പറയും. പിന്നെ എല്ലാവരും പറയുന്നുണ്ട് ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിലാണ് ഇവർ കൂടുതൽ ഇവരുടെ വീഡിയോസ് ആൾക്കാർ കാണുന്നത്. യൂട്യൂബിനെക്കാളും കൂടുതൽ ഇൻസ്റ്റാഗ്രാമാണ്. ഷോർട്സ് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ട്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത്. ഞങ്ങൾ എന്ത് പറഞ്ഞെന്നാണ് പറഞ്ഞത്? ഇവന് സപ്പോർട്ടായിട്ടല്ലേ അവിടെ സംസാരിച്ചത്? ആണോ അല്ലയോ? നിങ്ങൾ തന്നെ പറ. ഈ പറയുന്ന അതിന് സപ്പോർട്ടായിട്ട് അവിടെ സംസാരിച്ചത്. നിൽക്കി ഈ ഒരു വീഡിയോ പുറത്ത് വിട്ടത് പുള്ളിക്കാരൻ്റെ സൈഡിൽ നിന്നാണ്. എന്തായാലും പുള്ളിയുടെ ഏരിയയാണ്. ഇതെങ്ങനെ പുറത്ത് വിട്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാന്നേ ഉള്ളൂ. ബുദ്ധിയുള്ളവർക്ക് ഊഹിക്കാം. ഇതെല്ലാം പുറത്ത് വിട്ട് എല്ലാം കഴിഞ്ഞിട്ടോ ഈ പുള്ളീനെ വന്നിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളും സപ്പോർട്ടാണ് ചെയ്തത്. ഞങ്ങളും സപ്പോർട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. തേണ്ടേ ഇദ്ദേഹത്തിന്റെ പേരാണ് രഞ്ജീഷ് എന്ന് പറയും. സ്വന്തം ഭാര്യ വേറൊരുത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി കഴിഞ്ഞ് മകനെയും കൂടെ നഷ്ടപ്പെട്ടപ്പോൾ ജീവൻ കളഞ്ഞ ഒരു വ്യക്തിയാണ്. ഈ വ്യക്തിക്ക് വേണ്ടി നമ്മൾ എല്ലാവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റിസ് ഫോർ രഞ്ജീഷ് എന്നും പറഞ്ഞ് കമന്റ് ഇട്ടതൊക്കെ ഓർമ്മയുണ്ടോ മലയാളികളെ? അപ്പോൾ എല്ലാവരും പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി വീഡിയോ ചെയ്യണം. ഈ കേസായിട്ട് വിട്ട് കഴിഞ്ഞിട്ടും ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി വീഡിയോ ചെയ്ത ഒരാളാണ്. ഞാൻ മാത്രമല്ല എനിക്കറിയാവുന്നവരെ കൊണ്ടെല്ലാം ചെയ്യിപ്പിച്ചു. കാരണം ഇവിടെ സോഷ്യൽ മീഡിയ പവർ വേണം, സപ്പോർട്ട് വേണം. നമ്മൾ അതിനു വേണ്ടിയൊക്കെ ചെയ്തതാണ്. ഇപ്പോൾ ഒരുപാട് കേസ് കേട്ടുണ്ട്. ഇങ്ങനെ പറയുവാണെങ്കിൽ ഈ ഒളിച്ചോട്ടം ഈ പറഞ്ഞ ഈ പെണ്ണ് മാത്രമല്ല പോയത്, ഇവന്റെ വിഷയം മാത്രമല്ല. ഇവൻ അത്യാവശ്യം ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഈ അഖിലിന്റെ ഫ്രണ്ട് സർക്കിളുള്ള ആൾക്കാരാണെങ്കിലെല്ലാം ഇവർക്കെല്ലാം ഇപ്പം അഖിലിന് ടിക്ടോക്കിൽ പരിചയമുള്ള കൂട്ടുകാരെല്ലാവരും വന്നിട്ട് ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. ഈ പറയുന്ന കാർത്തിക് ഉൾപ്പെടെ വന്ന് പറയുകയൊക്കെ ചെയ്യുന്നു. അതിന്റെ താഴെ വന്നൊരു കമന്റ് എന്നെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞ ഒരാളുടെ കമന്റ് ആയിരുന്നു. ഹെലനോസ് പാട്ട പുള്ളിയുടെ കമന്റ് ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ രസകരമായിട്ട് തോന്നിയത്. ഓരോ വ്യക്തികളെയും വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്ന ഹെലന്റെ ഒരു കമന്റ് ഞാൻ കണ്ടു. എന്നിട്ട് ഹെലൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ആലോചിക്കുന്ന വെച്ചാൽ ഇവനെ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ സംസാരിച്ചത്. എൻ്റെ ആദ്യത്തെ വീട്ടിലായിട്ട് ഞാൻ അവിടെ ഇവിടെയൊക്കെ വെച്ചുള്ള രീതി നമ്മളൊരു കളിയാക്കിയ രീതി സംസാരിച്ച് പോയിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ഇവനെ സപ്പോർട്ട് തന്നെ